സുഹൃത്തെ, ഞാനിവിടെ വന്നിട്ട് 58 കൊല്ലമായി ഇടക്കാത്തോട്ടി വന്നിട്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് 10-10.5 വയസ്സുള്ള വന്നതാണ്. ആനയുടെയും കടുവായുടെയും എല്ലാം നടക്കുന്ന രാമച്ചി കിഴക്കേറ്റത്തുനിന്ന് വന്നവനെ ഞാനിവിടെ ഇങ്ങോട്ട് വന്ന. എല്ലാ സ്ഥലം ഇന്നും മലക്കി കിടക്കുക. കാട്ടു ജീവികൾ ചെയ്യുന്ന ദ്രോഹം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, കണ്ടെങ്കിലേ അറിയും. 800 ചില്ലറ വാഴ ഈ കൊല്ലം വെച്ചിട്ട് ഇനി 200 കണ്ടു മുഴുവൻ ആനകളും എന്ന് പറഞ്ഞാൽ കടുവ. ഞങ്ങളെയൊക്കെ ഏൽപ്പിക്കട്ടെ, ഇവരെല്ലാം മാറി നിൽക്കട്ടെ, ഞങ്ങളെ ഏൽപ്പിക്കട്ടെ. കടുവ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ പിടിക്കുന്ന എങ്ങനെ? ഞങ്ങളുടെയൊക്കെ അപ്പന്മാര് ഒന്നിനും കൊണ്ടുവരാത്തവരായിരുന്നു പണ്ട് എന്ന് കൂട്ടിയാൽ മതി. ഞങ്ങൾക്കും ചില പാരമ്പര്യമൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ജീവി അറിയാതെ ഇവനെ അന്തരീക്ഷത്തിൽ ഇവിടുന്ന് പണിയുണ്ട്, മനുഷ്യൻ പോലും അറിയാം. അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ കണ്ട കടുവയെ പിടികൂടാൻ കഴിയാത്ത വനംവകുപ്പിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് നാട്ടുകാർ. വനംവകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ നാട്ടുകാരെയും മാധ്യമപ്രവർത്തകരെയും കാണിക്കാൻ തയ്യാറാകാത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇല്ലാത്ത കടുവയെയാണ് വനംവകുപ്പ് തിരയുന്നതെന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിലിൽ പ്രദേശവാസികൾ പങ്കെടുത്തുവെങ്കിലും ചൊവ്വാഴ്ച വനപാലകർ മാത്രമാണ് തിരച്ചിൽ നടത്തിയത്. വനംവകുപ്പിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് നാട്ടുകാർ തിരച്ചിലിൽ നിന്നും വിട്ടുനിന്നത്. പ്രദേശത്തെ റബ്ബർ ടാപ്പിംഗും കശുവണ്ടി ശേഖരണവും നിർത്തിവച്ചതും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നു. ഇനിയും കടുവയെ കണ്ടെത്തി പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. വന്യജീവി ആക്രമണത്തിൽ മനുഷ്യൻ മരിച്ചാല് 10 ലക്ഷം രൂപ സർക്കാർ കൊടുത്ത് രക്ഷപ്പെടും. ഒരു വന്യജീവിക്ക് വേണ്ടി ഇവർ എത്ര ലക്ഷം രൂപ മുടക്കുന്നുണ്ട്? ഒരു വന്യജീവി ഒരു കർഷകന്റെ എന്തെല്ലാം സാധനങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്നു. 10 രൂപ ഒരു രൂപ. 2 കൊല്ലം മുമ്പ് ഈ മെയ് 5-ാം തീയതി 2 വർഷം ആന കയറിയിട്ട് എൻ്റെ ഒരു തെങ്ങ് മറിച്ചിട്ട് കന്നാലിക്കൂട് ഇന്നൊരു 50,000 രൂപ ഉണ്ടായി തീരൂല. ആ സൈസ് ഒരു കന്നാലിക്കൂട് തകർന്നു പോയി. ഇതുവരെ 10 പൈസ എനിക്ക് തന്നിട്ടില്ല. ഞങ്ങൾ അപേക്ഷയൊക്കെ കൊടുത്തു. ഇന്നലെ റേഞ്ച് ഓഫീസറോട് ചോദിച്ചാൽ പറഞ്ഞു ഞാനൊന്ന് വിളിച്ചു നോക്കണം. എന്നിട്ട് വിളിച്ചു നോക്കിച്ച് പോയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ? ട്രിഫ്യൂഗൽ, ഓപ്പൺ വെൽ, ബോർവെൽ, സബ്മെഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ. സിൽവർ പമ്പ്സ്, ഏവരും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുന്ന പമ്പ്.